ബോബി ചെമ്മണ്ണൂരുമായി ഇപ്പോൾ പ്രത്യേകാന്വേഷണ സംഘം കൊച്ചിയിലേക്ക് എത്തുകയാണ്. രാവിലെ 9 മണിക്ക് വയനാട്ടിലെ എസ്റ്റേറ്റിൽ നിന്നാണ് ബോബി ചെമ്മണ്ണൂരിനെ കസ്റ്റഡിയിലെടുത്തത്. ഇപ്പോൾ പ്രത്യേകാന്വേഷണ സംഘം വയനാട്ടിലെ പോലീസ് സംഘവുമുണ്ട്. ഇപ്പോൾ കൊച്ചിയിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അല്പസമയത്തിനകം അറസ്റ്റ് രേഖപ്പെടുത്താനിരിക്കുന്നു. ഇന്ന് തന്നെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. അലി അക്ബർ ഷാ വിവരങ്ങളുമായി. അലി അക്ബർ ഷാ, ഇപ്പോൾ ബോബിയുമായിട്ടുള്ള പോലീസ് വാഹനം എവിടെ എത്തിയിരിക്കുന്നു? സ്മൃതി, ബോബി ചെമ്മണ്ണൂരിനെയും വഹിച്ചുകൊണ്ടുള്ള പോലീസ് വാഹനം ഇപ്പോൾ എറണാകുളം എത്തിയിരിക്കുന്നു. ഹൈക്കോടതി ജംഗ്ഷനിലേക്ക് എത്തുകയാണ്. കുസ്തിപ്പാലം കയറി ഹൈക്കോടതി ജംഗ്ഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി വലിയ ബ്ലോക്ക് നിലവിലെ സാഹചര്യത്തിലില്ല. 5 മിനിറ്റിനുള്ളിൽ തന്നെ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിലേക്ക് വാഹനം എത്തിച്ചേരും. അതിനുശേഷമാണ് മറ്റ് നടപടിക്രമങ്ങൾ ഉണ്ടാവുക. ഇനി മിനിറ്റുകൾ മാത്രമേ ഉള്ളൂ. ഒരു 3 മിനിറ്റിനുള്ളിൽ തന്നെ നമ്മൾ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചേരും. അതിനുശേഷം ബോബി ചെമ്മണ്ണൂരിൻ്റെ ഫോൺ ഉൾപ്പെടെ അത്തരത്തിലുള്ള ഇലക്ട്രോണിക് ഡിവൈസുകൾ ഉൾപ്പെടെ CC എന്നതുൾപ്പെടെയുള്ള നടപടിക്രമങ്ങളുണ്ട്. അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കുമെന്ന കാര്യം വ്യക്തമാകേണ്ടതുണ്ട്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ സെൻട്രൽ പോലീസ് സ്റ്റേഷനിലേക്ക് ബോബി ചെമ്മണ്ണൂരിനെയും വഹിച്ചുകൊണ്ടുള്ള വാഹനം എത്തും. കൊച്ചിയിൽ നിന്നുള്ള പോലീസ് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ വയനാട്ടിൽ നിന്നുള്ള ഡാൻസാഫിൻ്റെ ഉദ്യോഗസ്ഥരും ഉൾപ്പെടെയാണ് ഇപ്പോൾ ബോബി ചെമ്മണ്ണൂരിനെ കൊച്ചിയിലേക്ക് കൊണ്ടുവരുന്നത്. ദ്രുതഗതിയിലുള്ള നടപടിയായിരുന്നു പോലീസിന്റെ ഭാഗത്തുനിന്നും ഈ പരാതി ലഭിച്ചതിന് ശേഷം ഉണ്ടായത്. സമൂഹ മാധ്യമങ്ങൾ വഴി സ്ത്രീകൾക്കെതിരായി നടക്കുന്ന ലൈംഗിക അധിക്ഷേപങ്ങൾക്കെതിരായ ഒരു യുദ്ധം താൻ പ്രഖ്യാപിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഹണി റോസ് ഈ നിയമ നടപടിക്ക് ഇറങ്ങിയത്. മുഖ്യമന്ത്രി ഉൾപ്പെടെ വിഷയത്തിൽ കൃത്യമായ നടപടി സ്വീകരിക്കുമെന്ന ഉറപ്പും നടിക്ക് നൽകുന്ന സാഹചര്യമുണ്ടായി. ഇതിന്റെ കൃത്യമായ നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നതിനിടയിൽ തന്നെ കൊച്ചിയിൽ നിന്നും പ്രത്യേക പോലീസ് സംഘം ഈ ബോബിയെ അന്വേഷിച്ച് വയനാട്ടിലേക്ക് എത്തിച്ചേരുന്ന സാഹചര്യമുണ്ടായി. ബോബി ചെമ്മണ്ണൂരുമായിട്ടുള്ള വാഹനമാണ് ഇപ്പോൾ കാണുന്നത്. അല്പസമയത്തിനകം അറസ്റ്റ് ഉണ്ടാകും. വണ്ടിയുടെ തൊട്ടു പിന്നാലെ തന്നെയുണ്ട് അലി അക്ബർ ഷാ. ഏകദേശം എത്ര മണിയോടുകൂടി അറസ്റ്റ് രേഖപ്പെടുത്തുമെന്ന് നമുക്കിപ്പോൾ ഘട്ടത്തിൽ പറയാനാകും. സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരുന്ന വാഹനം സ്മൃതി ഇപ്പോൾ ഏകദേശം ഇതാ എത്തിക്കൊണ്ടിരിക്കുകയാണ്. സെൻട്രൽ പോലീസ് സ്റ്റേഷനിലേക്ക് ബോബിയെ വഹിച്ചുകൊണ്ടുള്ള വാഹനം ഇതാ എത്തിക്കൊണ്ടിരിക്കുകയാണ്. മറ്റെന്തെങ്കിലും തരത്തിലുള്ള മാറ്റം ഈ വിഷയത്തിലുണ്ടോ എന്ന സംശയം ഒരു ഘട്ടത്തിലുണ്ടായിരുന്നു. ഇപ്പോൾ എന്തായാലും സെൻട്രൽ പോലീസ് സ്റ്റേഷനിലേക്ക് തന്നെയാണ് ബോബിയെ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. മിനിറ്റുകൾക്കുള്ളിൽ സ്റ്റേഷനിലേക്ക് എത്തിച്ച ശേഷം ബോബിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തും. ഇന്ന് പുലർച്ചെയാണ് ഇത്തരത്തിൽ ഈ പോലീസ് സംഘം ബോബിയെ അന്വേഷിച്ച് വയനാട്ടിലെത്തുന്ന സാഹചര്യം ഉണ്ടായത്. ബോബിയുടെ 1000 ഏക്കർ പ്രൊജക്റ്റിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി മറ്റൊരു യാത്രയ്ക്ക് തയ്യാറെടുക്കുന്നതിനിടയിൽ കാർ വളഞ്ഞാണ് ബോബി ചെമ്മണ്ണൂരിനെ പോലീസ് പിടികൂടുന്ന സാഹചര്യം ഉണ്ടായത്. അതിനുശേഷം ആ ഘട്ടത്തിൽ തന്നെ അവിടെ പുറപ്പെട്ട ഇപ്പോൾ ഇതാ സെൻട്രൽ പോലീസ് സ്റ്റേഷനിലേക്ക് ഇതാ എത്തിച്ചേരുകയാണ്. മിനിറ്റുകൾക്കുള്ളിൽ തന്നെ സ്റ്റേഷനിലേക്ക് എത്തിച്ചേരും. ചെറിയ ഗതാഗത കുരുക്കുണ്ട്. അത് ആണ് ഇപ്പോൾ ഒരു തടസ്സമാകുന്നത്. പക്ഷേ അടിയന്തരമായി തന്നെ അതിവേഗതയിലാണ് വാഹനം സഞ്ചരിക്കുന്നുണ്ടായിരുന്നത്. ഇപ്പോൾ ചെറിയൊരു ഗതാഗത കുരുക്കിൽ പെട്ടിരിക്കുകയാണ്. ബാനർജി റോഡ്, എറണാകുളം ബാനർജി റോഡിലാണ് ഇപ്പോൾ പോലീസിന്റെ വാഹനം തത്സമയ ദൃശ്യങ്ങളിൽ നമ്മൾ കാണുന്നത്. ഇപ്പോൾ ഇവിടെ നിന്നും തിരിഞ്ഞാൽ നേരെ സെൻട്രൽ പോലീസ് സ്റ്റേഷനിലേക്ക് വാഹനം കയറുമെന്നാണ് ഇപ്പോൾ. അതായത് നിമിഷങ്ങൾക്കകം തന്നെ സെൻട്രൽ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തും. അവിടെ നമ്മുടെ പ്രതിനിധികൾ ഉണ്ട്. ഇപ്പോൾ അവിടെ അർജുൻ മട്ടന്നൂരുണ്ട്, ഒപ്പം തന്നെ സൈഫുനീസ് അലിയാറും. ആദ്യം അർജുനിലേക്ക്. അർജുൻ, ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ ബാനർജി റോഡിൽ എത്തിയിരിക്കുന്നു ബോബി ചെമ്മണ്ണൂരുമായിട്ടുള്ള പോലീസ് വാഹനം. അല്പസമയത്തിനകം തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കുകയാണ്. കൊണ്ടുവന്ന ഉടൻ തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തുമെന്നാണ് അറിയാനാകുന്നത്. എന്താണ് ഇപ്പോൾ പോലീസ് സ്റ്റേഷന് മുന്നിലെ കാഴ്ച? സ്മൃതി, അല്പസമയത്തിനകം തന്നെ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ബോബി ചെമ്മണ്ണൂരുമായുള്ള പോലീസ് വാഹനം എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കും. എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷൻ്റെ കോമ്പൗണ്ടിൽ വലിയ പോലീസ് വിന്യാസം തന്നെ ഒരുക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് കൂടുതൽ ആളുകൾ ഈ ബോബി ചെമ്മണ്ണൂരിനെ ഇങ്ങോട്ടേക്ക് എത്തിക്കുന്നുണ്ട് എന്നറിഞ്ഞതിനെ തുടർന്ന് കൂടുതൽ ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ വലിയ പോലീസ് വിന്യാസം തന്നെ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ബോബി ചെമ്മണ്ണൂരിനെ എത്തിക്കും. അതിനുശേഷം അറസ്റ്റ് അടക്കമുള്ള മറ്റ് നടപടിക്രമങ്ങളിലേക്ക് പോലീസ് കടക്കും. ഇന്ന് കോടതിയിൽ ഹാജരാക്കാൻ സാധ്യതയില്ല എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇക്കാര്യത്തിൽ അന്തിമമായ തീരുമാനമെടുത്തിട്ടില്ല എന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത്. പക്ഷേ മിക്കവാറും നാളെ ആയിരിക്കും ഇത്തരത്തിൽ കോടതിയിൽ ഹാജരാക്കുക. അങ്ങനെയെങ്കിൽ ഇന്ന് അറസ്റ്റ് അടക്കമുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പോലീസ് കേന്ദ്രത്തിലോ ആയിരിക്കും ഇന്ന് ബോബി ചെമ്മണ്ണൂരിനെ പാർപ്പിക്കുക. അതിനുശേഷം നാളെ മെഡിക്കൽ വൈദ്യപരിശോധന അടക്കം നടത്തിയ ശേഷം നാളെ ആയിരിക്കും കോടതിയിൽ ഹാജരാക്കാനുള്ള സാധ്യത ഉള്ളത്. ഇവിടെ ബോബി ചെമ്മണ്ണൂരിൻ്റെ അഭിഭാഷകരുണ്ട്. അത്തരത്തിൽ ബോബി ചെമ്മണ്ണൂരുമായി അടുപ്പമുള്ള ആളുകളൊക്കെ തന്നെ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. നാളെ ഈ